ब्रदर्स एंड सिस्टर्स, आज इस विशाल तीर्थाटन महोत्सव में पूज्य संतों के आशीर्वाद और श्री नारायण गुरु जी की कृपा से मुझे आप सबके बीच उपस्थित होने का सौभाग्य प्राप्त हुआ है। और यहाँ जिस स्पिरिचुअल ब्लिस को मैं अनुभव कर रहा हूँ उसे मैं वर्ड्स में एक्सप्रेस नहीं कर सकता। വേദിയിലിരിക്കുന്ന ശ്രീനാരായണ ഭക്തരെ നമസ്കാരം. ഇന്ന് ഈ മഹത്തായ തീർത്ഥാടന മഹോത്സവത്തിൽ ആദരണീയരായ പൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൃപ കൊണ്ട് ഇവിടെ പങ്കെടുക്കാനും നിങ്ങളുടെ കൂടെ ഇരിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സൗഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. सबसे पहले मैं केरल की इस पावन धरती को शीश झुकाकर नमन करता हूँ और इस मिट्टी ने ऐसे ऐसे महान सेंट्स, फिलोसफर्स और पोएट्स पैदा किए हैं जिन्होंने अपने ज्ञान, भक्ति और साहित्यिक रचनाओं के माध्यम से न केवल आम जन के हृदय में उच्च आदर्श और मूल्यों की स्थापना की है बल्कि समस्त राष्ट्र को एक सूत्र में पिरोने का काम किया है. ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ അനുഭവിക്കുന്ന ആത്മീയമായ ആനന്ദം അത് വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കാത്തതാണ്. കേരളത്തിൻ്റെ ഈ പരിപാവനമായ ഈ ഭൂമിയെ ഞാൻ നമസ്കരിക്കുകയാണ്. ഈ മണ്ണിൽ നിരവധി മഹാന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരും തത്വചിന്തകരും കവികളും ജനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഭക്തിയുടെയും അതുപോലെ തന്നെ സാഹിത്യ രചനകളും നടത്തിയിട്ടുണ്ട്. അവരുടെ വിജ്ഞാനം സാധാരണക്കാരനായി പകർന്നു നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രവൃത്തിയിലൂടെ അവർ സാധാരണക്കാരൻ്റെ മനസ്സുകളിലേക്ക് ഉന്നതമായ ആദർശങ്ങളും അതുപോലെ തന്നെ സങ്കല്പങ്ങളും മൂല്യങ്ങളും എത്തിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ സമസ്ത രാജ്യത്തെയും ഈ രാഷ്ട്രത്തെയും ഒരു നൂലിൽ കോർത്തിണക്കുവാൻ അവർക്ക് സാധിക്കുകയുമുണ്ടായി. यहीं के एक छोटे से गांव कालड़ी के आचार्य शंकर ने जिस तरह पूरे भारत की यात्रा कर राष्ट्र को कल्चरली इंटीग्रेट किया है वह अपने आप में अनप्रेसिडेंटेड था. अद्वैतवाद की फिलॉसफी के माध्यम से उन्होंने जीव और परमात्मा के वननेस का जो प्रिंसिपल दिया वह भी आज देश की आत्मा में रचा बसा हुआ है. ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ ഗ്രാമമായ കാലടിയിൽ നിന്നും ആദി ശങ്കരാചാര്യ സ്വാമികൾ ഈ ഭാരതം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് ഈ ഭാരതത്തെ ആധ്യാത്മികമായി ഏകോപിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആ ചെയ്ത പ്രവൃത്തി മുമ്പെങ്ങും ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ്. തൻ്റെ അദ്വൈത സിദ്ധാന്തമെന്ന തത്വചിന്തയിലൂടെ അദ്ദേഹം ഈ രാജ്യത്ത് എല്ലാത്തിൻ്റെയും ഏകത്വം, ആ ഏകത്വത്തിൻ്റെ സിദ്ധാന്തം, ആ സങ്കല്പം ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. എല്ലാം ഒന്നാണ് എന്നുള്ള തത്വം അദ്ദേഹം ബോധ്യപ്പെടുത്തുകയുണ്ടായി. श्री नारायण गुरु जी भी निस्संदेह कल्चरल यूनिटी को समृद्ध करने वाली एक कड़ी का एक ऐसा नाम है जिन्होंने न केवल केरल की जनता को बल्कि समस्त भारत की जनता, बल्कि मैं कहूँ बाहर के देशों के लोगों को भी समान रूप से प्रभावित किया है और उन्हें भारत और भारतीयता के साथ जोड़ा है. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഈ സാംസ്കാരികമായ ഏകത്വം, ആ സാംസ്കാരികമായ ഏകത്വം ഈ ലോകത്ത് നടപ്പിലാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം നടപ്പിലാക്കിയ ഈ സങ്കല്പം കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഈ സമ്പൂർണമായ ഭാരതത്തിലെ ജനങ്ങളെയും സ്വാധീനിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, വിദേശ രാജ്യങ്ങളിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ, ഏകത്വ ചിന്തകളിൽ സ്വാധീനിക്കപ്പെട്ട വലിയൊരു സമൂഹം ഭാരതത്തിൻ്റെ പുറത്ത് ഭാരതീയതയുമായി ആ രീതിയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. साथियों, आप सभी डिवोटीज को देखकर मेरा मन बहुत बड़ा गदगद हो रहा है और आप सबको जो मैं एक ही रंग में रंगा और एक ही भाव में रमा यहाँ एकत्रित देख रहा हूँ तो यह अनुभव कर पा रहा हूँ कि आप सभी बिना किसी भेदभाव के समता की भावना के साथ एक दूसरे के साथ एकाकार हो गए हैं. और यह समागम दुनिया को एक संदेश देने के लिए पर्याप्त है और वह है भारतीय संस्कृति में निहित मानव मात्र की समता और समानता, यानी इसेंशियल ह्यूमन इक्वलिटी.
സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഒരേ നിറത്തിലും ഒരേ ഭാവത്തിലും കാണാൻ സാധിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ഭയങ്കരമായ ഏകതാഭാവമാണ്. അത് ഞാൻ അനുഭവിക്കുകയാണ്, നിങ്ങളും അനുഭവിക്കുകയാണ്. ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ യാതൊരു തരത്തിലുള്ള ഭേദഭാവങ്ങളും വ്യത്യാസങ്ങളുമില്ല. എല്ലാവരും ഒന്നാണെന്ന സങ്കല്പത്തിലാണ് നിങ്ങളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. ഇത് ലോകത്തിനുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശം ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്തൊരു സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാന തത്വം അത് മനുഷ്യരെല്ലാവരും ഒന്നാണ്, തുല്യരാണ് എന്നുള്ള സങ്കല്പമാണ്. साथियों, आज हमारे पास गर्व करने के लिए जो भी चीज़ें हैं, जो भी विरासतें हैं, उसमें हमारी कल्चरल हेरिटेज ये सबसे प्रमुख है। हमारी संस्कृति विश्व की प्राचीनतम संस्कृतियों में से एक है और इसने भारत देश के साथ साथ दुनिया भर के जीवन जीने की राह दिखाई है। लिबर्टी, इक्वलिटी, फ्रेटर्निटी और वर्ल्ड पीस के जिन सिद्धांतों की ओर आज दुनिया आगे बढ़ रही है, इसके सूत्र हमारे ഭാരതീയ സംസ്കൃതി में ही दिखाई देते हैं. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കൈവശം എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള ഔന്നത്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടോ, അതിലേറ്റവും അഗ്രഗണ്യമായിട്ടുള്ളത് നമ്മളുടെ സാംസ്കാരികമായ പാരമ്പര്യമാണ്. ആ സാംസ്കാരിക പാരമ്പര്യം നാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ പുരാതനമായ സംസ്കാരമാണ്. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന് പുറത്തും 3 തത്വങ്ങൾ വളരെയധികം വേരോട്ടം നേടിയിട്ടുണ്ട്. ഒന്ന് സ്വാതന്ത്ര്യം, മറ്റൊന്ന് തുല്യത, 2 സാഹോദര്യം, അതോടൊപ്പം തന്നെ ലോക സമാധാനവും. ഈ 3 സിദ്ധാന്തങ്ങളും ഇന്ന് ലോകത്ത് വ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ ഭാരതീയ സംസ്കാരത്തിലും നമുക്ക് കാണാൻ സാധിക്കും. कई बार भारतीय परंपरा और चिंतन धारा पर यह आरोप लगता है कि यहाँ लिबर्टी, इक्वलिटी और फ्रेटर्निटी के कंसेप्ट पर अपेक्षाकृत विचार नहीं किया गया है. यह कंसेप्ट अगर यहाँ पहुँचा है तो यह वेस्टर्न रेनेसां अथवा फ्रेंच रिवॉल्यूशन के माध्यम से हमारे यहाँ पहुँचा है. यह बात बिल्कुल सही नहीं है. പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളെപ്പറ്റി, നമ്മുടെ ചിന്താധാരയെപ്പറ്റി ഒരു ആരോപണം ഉണ്ടാവാറുണ്ട്. അതായത് സ്വാതന്ത്ര്യം, തുല്യത, അതോടൊപ്പം തന്നെ സാഹോദര്യം എന്നുള്ള ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായിരുന്നില്ല, നമ്മൾ അപരിഷ്കൃതരായിരുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ഉടലെടുക്കുന്നതിന് മുമ്പ്, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ഇതുണ്ടായത്. ആ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ഇത് ഇവിടെ എത്തുന്നതിന് മുമ്പും ഇത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് ആ വിപ്ലവത്തിലൂടെയാണ് ഇവിടെ എത്തിയത്, പാശ്ചാത്യരിലൂടെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള വാദം തെറ്റാണ്. यह जरूर है कि दुनिया के अनेक देशों की तरह भारत भी इन इवेंट्स से प्रभावित हुआ और उनसे हमने सीख ली. पर ह्यूमन इक्वलिटी का कंसेप्ट इनके बहुत पहले से बड़ी गंभीरता के साथ हमारे एंशियंट लिटरेचर में विद्यमान है. बल्कि उससे कहीं आगे बढ़ते हुए मैं यह भी कहना चाहूँगा कि वेस्ट में तो मानव के बीच समता, समानता और बंधुत्व पर बात की गई है, पर हमारे देश में तो मानव के साथ अन्य प्राणियों, जीव जंतुओं और जड़ चेतन तक के बीच समानता और उनके कल्याण की बात की गई है. समस्त प्राणियों में, चर अचर में ईश्वर के अंश होने का संदेश अगर दुनिया में कहीं से गया है तो हमारे और आपके देश भारत से ही गया है. वसुधैव कुटुंबकम यानी होल वर्ल्ड इज वन फैमिली के रूप में हमारे ऋषियों और मनीषियों द्वारा समस्त विश्व को एक परिवार मानने का आग्रह अगर दुनिया को कहीं से गया है तो हमारे और आपके देश भारत से ही गया है. और यही कारण है कि हमारा देश भारत प्राचीन काल में विश्व गुरु के रूप में मान्य था. ഒരു കാര്യം സത്യമാണ്, വിദേശത്തുണ്ടായ ഈ മാറ്റങ്ങൾ, ഈ സങ്കല്പങ്ങൾ നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അവരിലൂടെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് തെറ്റാണ്. നമ്മുടെ പൗരാണികമായ സാഹിത്യങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായ സങ്കല്പം മനുഷ്യനും തുല്യരാണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ജന്തുക്കൾക്കും, പ്രാണികൾക്കും, എല്ലാ ജൈവ വൈവിധ്യങ്ങൾക്കും തുല്യത നൽകിയവരായിരുന്നു നമ്മൾ. അവരുടെയും സന്തോഷവും അവരുടെയും സമാധാനവും നമ്മൾ ആഗ്രഹിച്ചിരുന്നു. എല്ലാ പ്രാണികളും
എല്ലാ ചരാചരങ്ങളും ഈശ്വരൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചിരുന്നു. അതുകൊണ്ട് നമുക്കൊരു സങ്കല്പമുണ്ടായിരുന്നു, അത് വസുദേവ കുടുംബം എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ള സങ്കല്പം നമുക്കുണ്ടായിരുന്നു. ആ സങ്കല്പമാണ് നമ്മുടെ മുന്നോട്ട് നയിച്ചത്. ഈ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന ആ സങ്കല്പം ലോകത്ത് ആദ്യമായി വിഭാവനം ചെയ്തത് ഭാരതമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തെ പണ്ട് മുതലേ വിശ്വഗുരു എന്ന് വിളിക്കാറുണ്ടായിരുന്നു. सज्जनों, समानता की अवधारणा हमारे एंशियंट बुक्स में किस तरह व्याप्त है, यह मैं आप लोगों के सामने रखना चाहूँगा। अखंड मंडलाकारम व्याप्त एव चराचरम कहकर इस देश में कण कण में ईश्वर की संकल्पना की गई है। वेदों में ह्यूमन इक्वलिटी और फ्रेटर्निटी की भावना को बहुत महत्वपूर्ण स्थान दिया गया है। ऋग्वेद तो यहाँ तक कहता है कि अज्येष्ठासो अकनिष्ठास एते संग भ्रातरो, यानी न कोई ज्येष्ठ यानी बड़ा है न कोई छोटा है, सभी भ्रातृभाव यानी फ्रेटर्निटी के भाव से आगे बढ़ें। प्राणी मात्र के प्रति समानता का इससे बड़ा भाव और दुनिया में कहीं नहीं मिल सकता है। നമുക്കറിയാം, നമ്മുടെ പൗരാണികമായ പുസ്തകങ്ങളിൽ ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഉദ്ധരിക്കാം. അതായത് അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഏവം ചരാചരം, ഇങ്ങനെ നമ്മളെ പൂർവികർ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഓരോ അണുവിലും ഈശ്വരനുണ്ട്, ഈശ്വര സങ്കല്പമുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ തുല്യതയിൽ മാത്രമല്ല, മനുഷ്യൻ്റെ സാഹോദര്യത്തിന് മാത്രമല്ല, നമ്മൾ അതിനുമപ്പുറം നമ്മൾ എല്ലാ ജീവജാലങ്ങളുടെയും സാഹോദര്യത്തിലും തുല്യതയിലും വിശ്വസിച്ചിരുന്നു. ആരും ചെറുതുമല്ല, ആരും വലുതുമല്ല, എല്ലാം തുല്യരാണ് എന്ന സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ സാഹോദര്യ സങ്കല്പം. എല്ലാ പ്രാണികളെയും നമുക്ക് സമന്മാരായി നാം കണ്ടിരുന്നു. നമ്മൾ അങ്ങനെയാണ് അവരെ സങ്കല്പിച്ചിരുന്നത്. सभी प्राणियों के बीच यही समानता हमें गीता में भी दिखाई देती है। सर्वस्य चहम हृदय सन्निविष्टो कहकर भगवान ने सभी प्राणियों के हृदय में स्वयं के निवास की बात कही है। इसी प्रकार आगे चलकर बौद्ध और जैन धर्म ने सभी मनुष्यों के बीच समानता की बात की गई है। എല്ലാ പ്രാണികളും തുല്യരാണ് എന്നുള്ള സങ്കല്പം ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. സർവസ്യ ചാഹം ഹൃദി സന്നിവേഷ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാണിയുടെ ശരീരത്തിലും ഞാൻ അധിവസിക്കുന്നുണ്ട് എന്ന് പറയാൻ തയ്യാറായി. ഇത് നമുക്കറിയാം, ബൗദ്ധ ജൈന മതങ്ങളും ആ രീതിയിൽ ചിന്തിക്കുകയും മനുഷ്യനെ തുല്യരായി കാണുകയും ചെയ്തു. 8th सेंचुरी में आदि शंकराचार्य ने भी, जैसा कि मैंने पहले कहा, प्राणी मात्र में ईश्वर के दर्शन की बात की और मानव ही नहीं बल्कि मानव और ब्रह्म के बीच समानता पर भी उन्होंने बल दिया। इनसे जुड़ा एक किस्सा प्रचलित है जिसे आप लोगों ने जरूर सुना होगा। वह यह कि आदि शंकराचार्य काशी में एक श्मशान से गुजर रहे थे, जहां उनका सामना एक चांडाल से हुआ। आदि शंकराचार्य ने उस चांडाल को सामने से हटने के लिए कहा। जवाब में उस चांडाल ने विनम्रता पूर्वक पूछा कि मैं क्या हटाऊं, शरीर को हटाऊं या आत्मा को, आकार को हटाऊं या निराकार को। उसके इस प्रश्न ने आदि शंकराचार्य को चकित कर दिया। कहते हैं कि उसके इस विचार से आदि शंकराचार्य इतने प्रभावित हुए कि उन्होंने उसे अपना गुरु बना लिया और इस निष्कर्ष पर पहुंचे कि ब्रह्म का वास मानव समेत सभी जीवों में है, इसलिए सभी आपस में समान हैं। आचार्य शंकर का अद्वैतवाद अपने आप में यूनिवर्सल इक्वालिटी का यह पर्याय है। 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യ സ്വാമികൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി. പ്രാണികളെയും ഈശ്വരനെയും മാത്രമല്ല തുല്യരായി കണ്ടത്, പരമാത്മാവും മനുഷ്യനും ഒന്നാണ്, അതും തുല്യമാണ് എന്ന സങ്കല്പത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറയാം. നിങ്ങളൊക്കെ കേട്ടുകാണും. അദ്ദേഹം കാശിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ചണ്ടാളൻ വന്നുപെട്ടു. അദ്ദേഹം ചണ്ടാളനോട് മാറിപ്പോവാൻ പറഞ്ഞു. ചണ്ടാളൻ ചോദിച്ചു, ആരാണ് മാറേണ്ടത്? എൻ്റെ ആത്മാവാണോ അതല്ല ഞാനെന്ന ശരീരമാണോ മാറേണ്ടത് എന്ന് ചോദിച്ചു. ആകാരമാണോ നിരാകാരമാണോ മാറിത്തരേണ്ടത് എന്ന് ചോദിച്ചു. ഇത് ശങ്കരാചാര്യ സ്വാമികളെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു. ആ ചണ്ടാളനെ തൻ്റെ ഗുരുവായി അദ്ദേഹം കാണുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സങ്കല്പിച്ചത്. ബ്രഹ്മത്തെ പോലും മനുഷ്യന് തുല്യമായി കണ്ടു.
എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ തുല്യമായി കണ്ടു. സാർവലൗകികമായ ഈ പ്രപഞ്ചം മുഴുവൻ തുല്യമാണ് എന്ന നിലവാരത്തിലേക്ക് അന്ന് മുതൽ അദ്വൈത സിദ്ധാന്തത്തിലൂടെ നാം എത്തിച്ചേർന്നു. साथियों, हमारे वेदों और उपनिषदों में जो फिलॉसफी दिखाई देती है, आगे चलकर वही फिलॉसफी सरलता और सहजता के साथ भक्ति काल के संतों और कवियों में दिखाई देती है. उदाहरण के लिए छांदोग्य उपनिषद का एक महावाक्य है तत्त्वमसि. इसका भाव है कि जीव के अपने कुछ सारभूत गुण हैं, यानी सब्सटेंसिव क्वालिटी या ट्रेट्स हैं जो ब्रह्म के गुणों से समानता रखते हैं. सरल शब्दों में कहें तो जीव और ब्रह्म दोनों आपस में आइडेंटिकल हैं. इस तरह ईशोपनिषद में ईशावश्यमिदं सर्वम कहा गया है, यानी ईश्वर ऑमनी प्रेजेंट है. यह भी सभी तत्वों में ईश्वर की समान उपस्थिति के चलते समानता की ही बात करता है. സുഹൃത്തുക്കളെ, നമ്മുടെ ഉപനിഷത്തുകളിലും ഈ സിദ്ധാന്തം കാണാൻ സാധിക്കും. ഈ ഉപനിഷത്തുകളിലുള്ള ഈ സിദ്ധാന്തത്തെ കാലക്രമത്തിൽ ഭക്തി കാലഘട്ടത്തിൽ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ അതിനെ ഉദാഹരണ സഹിതം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയുണ്ടായി. ഉപനിഷത്തിൽ പറയുന്നുണ്ട് തത്വമസി എന്നുള്ളത്. ഈ തത്വമസി എന്നുള്ള സങ്കല്പം എന്താണ്? ജീവൻ്റെ ആ സങ്കല്പം, ആ സങ്കല്പത്തിൽ എല്ലാ ജീവനിലും ഗുണമുണ്ട്. അതിന് അടിസ്ഥാനപരമായ തത്വം എല്ലാത്തിലുമുണ്ട്, എല്ലാം ഗുണമാണ്. അത് ബ്രഹ്മത്തിൻ്റെ ഗുണമാണ്. ആ ബ്രഹ്മത്തിൻ്റെ ഗുണം എല്ലാ ജീവസങ്കല്പങ്ങളിലുമുണ്ട്. ഇത് വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഭക്തി കാലഘട്ടത്തിലെ ഈ സങ്കല്പത്തെ ഇത് രണ്ടും ഒന്നാണ് എന്ന രീതിയിൽ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ മനസ്സിലാക്കി കൊടുത്തു. വീണ്ടും ഉപനിഷത്തുകളിൽ പറയുന്നു ഈശോവാസ്യം ഇതം സർവം എന്ന് വെച്ചാൽ ഈശ്വരൻ എല്ലാത്തിലുമുണ്ട്, എല്ലാത്തിലും ഈശ്വരനുണ്ട്. അതുകൊണ്ട് എല്ലാ സങ്കല്പത്തിലും ഈശ്വരനുണ്ട്, എല്ലാവരും തുല്യരാണ് എന്നും വീണ്ടും നമ്മളെ ബോധിപ്പിക്കുകയാണ്. कबीरदास के यहाँ यही दर्शन एक नूर ते सब जग उपजा के रूप में सामने आता है, जो ईश्वर की ऑमनी प्रेजेंस की घोषणा करता है. नानक ने यहाँ यही दर्शन एक ओंकार सतनाम कर्ता पूरक निर्मोह निर्वर अकाल बूरत के रूप में आता है. यानी ईश्वर जो क्रिएटर है, फियरलेस, विदाउट हेट्रेड और टाइमलेस फॉर्म में रहता है. नानक जी के अनुसार अगर यूनिवर्स का क्रिएटर एक है तो सभी प्राणियों में समानता भी बट नेचुरल है, यानी स्वाभाविक है. സന്ത് കബീർദാസും ഈ കാര്യം സാധാരണക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. എല്ലാത്തിലും ദൈവം കുടികൊള്ളുന്നുണ്ട് എന്ന സങ്കല്പത്തെ. ഗുരു നാനക് ജിയും പറഞ്ഞു, ഇതാ എല്ലാ സങ്കല്പത്തിലുമുള്ള ഈശ്വരൻ അത് സൃഷ്ടാവാണ്, അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല, അതിനെ വെറുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഭയവും വെറുപ്പും ഇല്ലാത്ത ഒരു സങ്കല്പം, അതിന് കാലത്തിനനുസൃതമായ രൂപഭാവങ്ങളുമില്ല. അതുകൊണ്ട് കാലത്തിനപ്പുറത്ത് ആ സങ്കല്പം നിലനിൽക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്ന നിലയിലാണ് ഗുരു നാനക് ഈ ദൈവസങ്കല്പത്തെ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ പ്രാണികളും ആ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായതാണ്, തുല്യരുമാണ് എന്ന് ബോധിപ്പിക്കുകയുണ്ടായി. गोस्वामी तुलसीदास जी के यहाँ आप देखेंगे तो वही झलक डिवोशनल फिलॉसफी के सब लाइन इपिक रामचरितमानस में सिया राम मैं सब जग जानी के रूप में प्रकट होता है. वह समस्त जग में सिया राम के दर्शन करते हैं और जब कभी सभी जगह सिया राम की व्याप्ति है तो सब स्वतः समान हो जाते हैं. यही दर्शन आप नरसिंह मेहता के यहाँ वैष्णव जन की भावना में पाते हैं. उनकी नज़र में वैष्णव जन उन्हीं को कहा जा सकता है जो दूसरों की पीड़ा को समझ सकते हैं, उसे इंटरलाइज कर सकते हैं. मानव के बीच समानता की यह अपने आप में एक बड़ी परिभाषा है जो आगे चलकर फ्रीडम स्ट्रगल के दौरान महात्मा गांधी जी को प्रेरित करती है. इस तरह भक्ति काल के संतों और कवियों ने ऐसे ऐसे दर्शन और ऐसे ऐसे सिद्धांत दिए जो न केवल मानव बल्कि मानव और अन्य चराचर के बीच समानता स्थापित करते हैं. और इन संतों ने केवल थ्योरेटिकल बातें ही नहीं कही हैं, इन संतों की प्रैक्टिकल लाइफ में भी आप देखेंगे तो उनमें भी मानव और जीव मात्र के प्रति दया और समानता का भाव दिखाई देता है. ഭക്തകവി ആയിട്ടുള്ള തുളസീദാസ്, ആ തുളസീദാസ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഭക്തി കലർന്ന ഒരു തത്വചിന്തയുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്:
എല്ലാത്തിലും സീതയും രാമനും എല്ലാത്തിലുമുണ്ട്. എല്ലാ രൂപത്തിലും സീതയും രാമനുമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും സീതയും രാമനുമുണ്ട് എന്ന് പറയാൻ തയ്യാറായി. എല്ലാത്തിലും രാമനെയും കണ്ടുകൊണ്ട് എല്ലാം തുല്യമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അതുപോലെ തന്നെ വൈഷ്ണവജൻ എന്ന് പറയുന്ന ആ കവിത, ആ വൈഷ്ണവജൻ എന്ന് പറയുന്ന ആ കവിതയിലും എല്ലാം മനുഷ്യരെല്ലാം ഒന്നാണെന്നും മറ്റുള്ളവൻ്റെ വേദന, ആ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തവൻ, അത് ഉൾക്കൊള്ളാൻ, അത് തൻ്റെ വേദനയായി ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്ന് ബോധിപ്പിക്കുകയുണ്ടായി. ഈ സങ്കല്പങ്ങളെല്ലാം നാം സ്വാംശീകരിച്ചു, നമ്മുടേതാക്കി മാറ്റി. അത് നമുക്കറിയാം. വൈഷ്ണവജൻ എന്ന് തുടങ്ങുന്ന കവിതയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിജിക്ക് പോലും പ്രചോദനമായത്. അങ്ങനെ ഭക്തി കാലഘട്ടത്തിലെ കവികളും അതുപോലെ തന്നെ അവർ നൽകിയ സിദ്ധാന്തങ്ങളും ദർശനങ്ങളും, ആ ദർശനങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് മാത്രമല്ല സർവ്വചരാചരങ്ങളെയും ഈ ഭൂമിയിൽ എല്ലാത്തിനെയും ഒന്നായി കാണാൻ നമ്മളെ ഉത്ബോധിപ്പിച്ചു. ഇത് കേവലം തത്വചിന്ത മാത്രമായിരുന്നില്ല, ഇത് ജീവിതത്തിൽ ഇവിടെ മഹാന്മാർ പ്രായോഗികമായി അത് പരീക്ഷിച്ചു, അവർ വിജയിച്ചു. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തത്വചിന്തകളെ പ്രായോഗികവൽക്കരിച്ച ഒരു സമൂഹമാണ് നമ്മുടേത്. एक घटना गुरु नानक देव जी के बारे में मिलती है। उनके पिताजी उन्हें खेत में जाकर चिड़ियों से फसल की रखवाली करने के लिए कहते हैं। वह जाते तो हैं, पर चिड़ियों को अनाज चुगता देख वह फूले नहीं समाते। कौन तो उनको चिड़ियों को उड़ाकर भगाने के लिए कहे। फिर वह कहते हैं, राम दी चिड़िया, राम द खेत, छक्को चिड़िया, भर भर पेट। ऐसे ऐसे तो संत हुए हैं हमारे देश में, और ऐसे एक नहीं मल्टीपल एग्जाम्पल्स मिल जाएंगे जहां संतों ने मानव और प्राणी मात्र के लिए अपना सब कुछ न्यौछावर कर दिया. അത്തരത്തിലുള്ളൊരു സംഭവം ഗുരു നാനക്കിൻ്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ വയലിലേക്ക് അയച്ചു. അവിടെ പോയി കിളികൾ ഈ വയലിലെ ധാന്യങ്ങൾ തിന്നുന്നതിൽ നിന്നും അതിനെ ഓടിച്ചു കളയാൻ വേണ്ടി പറഞ്ഞയച്ചു. അവിടെ പോയി കിളികൾ ഭക്ഷ്യധാന്യം ഈ ധാന്യങ്ങൾ തിന്നുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, രാമൻ സൃഷ്ടിച്ച പക്ഷികൾ, രാമൻ സൃഷ്ടിച്ച വയലേലകൾ, നിങ്ങൾ വയറ് നിറച്ചു കഴിച്ചോളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് നമ്മുടെ ഭക്തി സങ്കല്പം, നമ്മുടെ ശ്രേഷ്ഠന്മാരായ ആളുകൾ മുന്നോട്ട് വെച്ച സങ്കല്പം. ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നൽകാൻ സാധിക്കും. മനുഷ്യനെ പോലെ തന്നെ എല്ലാ പ്രാണികളെയും കാണാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യാൻ നമ്മുടെ പൂർവികർ തയ്യാറായിട്ടുണ്ട്. सज्जनों, मैं कहना यह चाह रहा हूँ, इनके माध्यम से मैं यह बताना चाह रहा हूँ कि वेस्ट में तो मानव के बीच समानता के सिद्धांत को ही बड़ी उपलब्धि समझी गई है, पर हमारे यहाँ मानव के बीच समानता की तो बात की ही गई है, पर उससे कहीं आगे बढ़ते हुए मानव के अलावा बाकी जीव जंतुओं और जड़ चेतन के बीच भी समानता की बात बड़ी गंभीरता से की गई है। यह हमारे देश की संस्कृति की पहचान है। हमारी संस्कृति सदा निर्बलों के पक्ष में, सत्य के पक्ष में, न्याय के पक्ष में, ज्ञान के पक्ष में, कुल मिलाकर मानवता के पक्ष में यह खड़ी रही है, जो एक बार पुनः 19वीं शताब्दी में श्री गुरु नारायण जी के माध्यम से प्रकट होती है. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ പാശ്ചാത്യ ലോകം മനുഷ്യനും തമ്മിലുള്ള തുല്യതയെപ്പറ്റി പറയുന്ന ഇതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ പൂർവികർ നമ്മുടെ സങ്കല്പത്തിൽ മനുഷ്യനും മാത്രമല്ല തുല്യർ, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും തുല്യരാണ് എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം എന്നും നമ്മൾ അശക്തരുടെ കൂടെയായിരുന്നു, സത്യത്തിൻ്റെ കൂടെയായിരുന്നു, ന്യായത്തിൻ്റെ കൂടെയായിരുന്നു. ആ മൂലസങ്കല്പമാണ് നമ്മുടെ മാനവികത എന്ന സങ്കല്പം. ആ സങ്കല്പമാണ് 19ാം നൂറ്റാണ്ടിൽ ഈ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനിലൂടെ ലോകത്തിന് കാണാൻ സാധിച്ചത്. साथियों, जिस समय समाज में इनह्यूमैनिटी बढ़ने लगे, ईश्वर की पूजा अर्चना किसी स्पेशल क्लास का प्रिविलेज बन जाए, समाज में प्रतिष्ठा का केंद्रीकरण होने लगे, ऐसे समय में श्री नारायण गुरु जी जैसे संत का प्रकट होना यह स्वाभाविक हो जाता है. केरल में जब सो कॉल्ड बैकवर्ड क्लासेस खासकर एजाबा समुदाय के प्रति भेदभाव की अति हो गई थी, गुरु जी ने भारतीय परंपरा में चली आ रही एंशियंट और रिच भक्ति ट्रेडिशन को
उसको रिवाइव किया और समाज के सभी वर्गों को उससे जोड़ने का महान कार्य किया। यह कार्य यदि किसी ने किया तो हमारे स्वामी श्री नारायण गुरु जी महाराज ने किया। നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മനുഷ്യത്വരഹിതമായ ചിന്തകൾ വളർന്നു വന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈശ്വര ആരാധന ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യതയും അതും കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായി. ആ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ഇവിടെ ഈ കേരളത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായം, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ സമുദായങ്ങളോട് കാണിച്ചിരുന്ന ഭേദഭാവത്തിന് അറുതി വരുത്താൻ വേണ്ടി അദ്ദേഹം നമ്മുടെ മഹത്തായ ഭാരതത്തിൻ്റെ സങ്കല്പമായിട്ടുള്ള നമ്മുടെ വളരെ സമ്പുഷ്ടമായ ഭക്തി പാരമ്പര്യത്തെ വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള വലിയ പ്രയത്നം നടത്തിയത്. श्री गुरु नारायण जी ने ओरु जाति, ओरु माथम, ओरु दैवम, मानुष्यानु अर्थात मानव के लिए एक जाति, एक धर्म और एक ईश्वर का संदेश देकर यत पिंडे तत् ब्रह्मांडे की भावना को जन जन तक पहुंचाया। इसका परिणाम हमें यह देखने को मिला कि गुरु जी के साथ अनेक ऐसे लोग भक्ति से जुड़े जो पूर्व में तमाम सामाजिक कारणों से ईश्वर की भक्ति करने से वंचित थे। उनकी दृष्टि में मानव धर्म यह सर्वोच्च था और वह कहते भी हैं, धर्म एव परम दैवम, धर्मम एव महाधनम, धर्म सर्वत्र विजयी भवन्तु श्रेयसे नृणम। यानी धर्म ही सबसे बड़ा ईश्वर है, धर्म ही सबसे बड़ा धन है, धर्म ही सर्वत्र विजयी होती है, यही धर्म ही सभी को मोक्ष प्रदान करती है। നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സങ്കല്പം, ഇത് നമ്മുടെ പുരാതനമായൊരു സങ്കല്പമുണ്ട്, യത് പീഡേ തത് ബ്രഹ്മാണ്ടോ. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഒന്നാണ് എന്ന സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമല്ല. ഈ രീതിയിലുള്ള ഒരു പരിണാമം ഈ സമൂഹത്തിൽ മാറ്റം വരുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ, മാറ്റി നിർത്തപ്പെട്ട ആളുകളെ ഭക്തിപ്രസ്ഥാനവുമായി ഭക്തിമാർഗത്തിലേക്ക് അടുപ്പിക്കുകയുണ്ടായി, ഈശ്വര ആരാധനയിലേക്ക് അടുപ്പിക്കുകയുണ്ടായി. അവർക്ക് നിഷേധിക്കപ്പെട്ട ആ മഹത്തായ അനുഭൂതി പ്രദാനം ചെയ്യുകയുണ്ടായി. ഈ ധർമ്മമാണ് ഏറ്റവും വലുത്, ധർമ്മമാണ് ദൈവം, ധർമ്മമാണ് ഏറ്റവും വലിയ ധനം, ധർമ്മം ഉള്ളിടത്തെ വിജയിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോവുക എന്ന ഭാരതീയ സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തെ മാറ്റാൻ തയ്യാറായി. सज्जनों, कल जब मैं यहाँ आ रहा था तो एक सज्जन ने मुझे बताया कि मानव मात्र में ईश्वर के वास का अनुभव कराने के लिए श्री नारायण गुरु जी ने एक वंडरफुल एक्सपेरिमेंट किया। वह यह कि एक मंदिर में उन्होंने देवी देवताओं की जगह मिरर रख दिया। अब जो भी भक्त देव दर्शन के लिए मंदिर आता उसे देवता की जगह वह व्यक्ति शीशे में स्वयं दिखाई देता। स्वयं में और मानव मात्र में ईश दर्शन का इससे सरल उदाहरण और क्या प्रस्तुत किया जा सकता था। तत्वमसि और अहम ब्रह्मास्मि जैसे विशाल दर्शन को इंटरलाइज करने का अद्भुत और सरल मार्ग किसी ने बताया तो श्री नारायण गुरु जी महाराज ने बताया। ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്നലെ എന്നോട് ഒരു മാന്യദേഹം ഒരു സംഭവം പറയുകയുണ്ടായി. അതായത് ഒരു ഭയങ്കരമായ ഒരു അനുഭവം പറയുകയുണ്ടായി. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്. അവിടെ ഭക്തൻ പോയി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ തൻ്റെ തന്നെ ചിത്രമാണ്. ഇതിനു വലിയൊരു ഉദാഹരണം വേണോ? നമ്മുടെ മനുഷ്യനും ദൈവവും ഒന്നാണ് എന്ന സങ്കല്പം, നമ്മുടെ തത്വമസിയുടെ, നമ്മുടെ അഹം ബ്രഹ്മാസ്മിയുടെ ആ സങ്കല്പങ്ങൾക്ക് ഇതിലും വലിയ ഒരു ഉദാഹരണം വേണോ? അങ്ങനെ ആ സങ്കല്പങ്ങളെ പ്രായോഗികവൽക്കരിച്ച് വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് സത്യം. साथियों, चाहे मैं हूं या हमारे प्रधानमंत्री श्री नरेंद्र मोदी जी, हम सभी उस राष्ट्रीय स्वयं संघ से जुड़े हैं जहां की शाखाओं में हर सुबह जो प्रार्थना होती है उसमें श्री नारायण गुरु का स्मरण किया जाता है। यानी हमारे लिए श्री नारायण गुरु सम्मानीय ही नहीं बल्कि प्रातः स्मरणीय भी हैं, वह हमारे लिए वंदनीय भी हैं। സുഹൃത്തുക്കളെ, ഞാനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമൊക്കെ
രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ ശാഖയിൽ രാവിലെ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമം ഉച്ചരിക്കാറുണ്ട്. അത് പ്രാതസ്മരണയിലാണ് അദ്ദേഹത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാറ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നാമം ഞങ്ങൾ ജപിക്കാറുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്മരിക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. तीर्थदान के इस पवित्र पर्व को शुरू करने का प्रस्ताव जब श्री नारायण गुरु के समक्ष उनके शिष्यों ने रखा तो गुरु जी ने उनसे कहा कि किसी भी तीर्थ यात्रा का उद्देश्य व्यक्ति और समाज के हॉलिस्टिक डेवलपमेंट तथा कंप्रिहेंसिव नॉलेज का निर्माण होना चाहिए। और आज यहाँ का स्पिरिचुअल एनवायरनमेंट और एनर्जी का यह भाव देखकर मैं श्रद्धापूर्वक कहना चाहूँगा कि शिवगिरी मठ ने श्री नारायण गुरु जी के डिवाइन मैसेज को कॉन्क्रीट शेप दिया है। ഈ തീർത്ഥാടനത്തിൻ്റെ ആരംഭകാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. ഹോളിസ്റ്റിക്കായ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ആത്മീയമായ നമ്മുടെ ഉന്നമനം, അതുപോലെ തന്നെ നമ്മുടെ സർവ്വചരാചരങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായ നമ്മുടെ ഉദാഹരണം, ഇതെല്ലാം തന്നെ ഇന്ന് യാഥാർത്ഥ്യമായി എന്ന് ഇവിടെ വന്ന് ഈ ഒരു ആത്മീയമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടത്തെ ഇന്നും എനിക്ക് ലഭിക്കുന്ന ഊർജം അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഗുരുദേവൻ എന്താണോ ആഗ്രഹിച്ചത് ഈ തീർത്ഥാടനത്തിൻ്റെ തുടക്കത്തിൽ, അത് ഇന്ന് ഒരു ഉറച്ച ഭാവത്തിൽ വന്നിരിക്കുന്നു, അതിനൊരു കോൺക്രീറ്റ് രൂപം വന്നിരിക്കുന്നു, അത് കൃത്യമായ ഉറച്ച ഭാവത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായി. सज्जनों, यदि नॉर्थ में भगवान शिव की नगरी काशी हमें भारत की कल्चरल और स्पिरिचुअल कॉन्शसनेस की ऊर्जा देती है तो साउथ में वर्कला, केरल की यह शिवगिरी भी भारतवासियों में उसी कॉन्शसनेस को रीवाइटलाइज करने का काम करती है. അങ്ങ് വടക്ക് ഭാരതത്തിൽ കാശിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള നമ്മുടെ ബോധത്തെ ഉണർത്തുന്നത്. എന്നാൽ തെക്ക് ശിവഗിരിയാണ്, ഇവിടെ വർക്കലയിലെ ശിവഗിരിയാണ്, കേരളത്തിലെ ശിവഗിരിയാണ് ആ ഒരു സങ്കല്പത്തെ, അതായത് നമ്മുടെ സാംസ്കാരികവും നമ്മുടെ ആത്മീയവുമായ നമ്മുടെ ബോധത്തെ ഉണർത്തുന്നത്, അതിനെ വീണ്ടും ഊർജ്ജസ്വലമാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. सज्जनों, जब जब भारतीय जनमानस दुविधा में आया है तब तब श्री नारायण गुरु जी जैसे किसी संत ने समाज को चेतना दी है. इसकी पुष्टि इस बात से होती है कि स्वतंत्रता संग्राम के दौरान महात्मा गांधी और स्वामी विवेकानंद ने भी शिवगिरी मठ में आकर गुरुदेवन का मार्गदर्शन प्राप्त किया और अपने जीवन में लक्ष्य के प्रति और अधिक ऊर्जा के साथ वह आगे बढ़े. നമ്മുടെ ഭാരതത്തിൽ എപ്പോഴൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ അപ്പോഴൊക്കെ തന്നെ ഗുരുദേവനെ പോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ വരികയും അവർ സമൂഹത്തിന് ഊർജം നൽകുകയും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിജിയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനുമൊക്കെ ശിവഗിരി മഠത്തിൽ വന്ന് ഗുരുദേവൻ്റെ ആ ഉപദേശം സ്വീകരിച്ചത്. ആ ഉപദേശത്തിലൂടെ അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി സഞ്ചരിക്കാനുള്ള അനുഭവമുണ്ടായി. इसी प्रकार गुरुदेव रविंद्रनाथ टैगोर श्री नारायण गुरु के बारे में लिखते हैं, I have been touring different parts of the world. During these travels, I have had the fortune to come into contact with several saints and maharshis. But I have frankly to admit that I have never seen one who is spiritually greater than Swami Narayan Guru of Malayalam, a person who is on par with him in spiritual attainment. I am sure I shall never forget that radiant face illuminated by the self-effulgent light of divine glory and those majestic eyes fixing their gaze on far remote point in the distant horizon. उनका यह कथन निश्चित ही भारतीय संस्कृत की परंपरा में श्री नारायण गुरु के महत्व को रेखांकित करता है. നമുക്കറിയാം ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ, ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹം ഗുരുദേവനെ കണ്ടതിന് ശേഷം പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ യാത്രകളിൽ ഞാൻ ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരും മഹർഷിമാരുമായി ബന്ധപ്പെടാനും കാണാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയട്ടെ, ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഇത്രയും ആത്മീയമായ ഔന്നത്യമുള്ള തേജസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല.
അദ്ദേഹത്തിൽ നിന്നും സ്വയം ഒരു വെളിച്ചം പ്രകാശിക്കുകയാണ്, വലിയ തേജസ് ഉത്ഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ കണ്ണുകളിലേക്ക് നിന്നും ഞാൻ അങ്ങ് ദൂരെ വിഹായസിലേക്ക് നോക്കി നിൽക്കുന്ന ആ കണ്ണുകളിൽ നിന്നും ഞാൻ അത്യന്തം വലിയ ഒരു ആത്മീയ ശക്തിയെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഗുരുദേവൻ രവീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ നമ്മുടെ സന്യാസി പരമ്പരയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തരമായ സ്ഥാനത്തിന് ഏറ്റവും വലിയൊരു തെളിവാണ്. साथियों, यह श्री नारायण गुरु की फार साइटेडनेस थी कि उन्होंने शिवगिरी मठ को क्लीनलीनेस, एजुकेशन, एग्रीकल्चर, ट्रेड एंड कॉमर्स और साइंस एंड टेक्नोलॉजी जैसे विषयों पर सभाएं आयोजित कर आम जन में मॉडर्न कॉन्शसनेस के प्रसार का आदेश दिया था। और गुरु जी की कृपा व पूज्य संतों के आशीर्वाद से हमारी सरकार ने भी इन विषयों पर अपना विशेष ध्यान केंद्रित किया है। गुरु जी का यह संदेश था कि किसी भी समुदाय की प्रगति संगठन शक्ति के माध्यम से ही संभव है। यह कहकर गुरुजी संघे शक्ति कलियुगे के भावना को रिवाइटलाइज करते हैं और कहा गया है कि अलग अलग युगों में अलग अलग चीज़ों में शक्ति होती है। यानी सतयुग में ज्ञान शक्ति महत्वपूर्ण होती है, तो त्रेता में मंत्र शक्ति, द्वापर में युद्ध शक्ति महत्वपूर्ण थी, तो कलियुग में संघ यानी संगठन की शक्ति अत्यंत महत्वपूर्ण है। गुरु जी के इस उपदेश को हमें आत्मसात करना होगा। यदि हम सब भारतवासी संगठित रहें तो हमें वैश्विक मंच पर एक बार फिर से विश्व गुरु के रूप में हम देखे जाएंगे। സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ദീർഘദൃഷ്ടി മനസ്സിലാക്കണം നാം. കാരണം ശിവഗിരി മഠത്തിൽ അദ്ദേഹം പറഞ്ഞു, വൃത്തിയുള്ള അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള, കൃഷിയിലും അതുപോലെ തന്നെ കച്ചവടത്തിലും വ്യാപാരത്തിലും ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമൊക്കെ ശ്രദ്ധിക്കുന്ന, അതിനെ പഠിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യമെന്നുള്ളത്. ഇതൊരു ആധുനിക സങ്കല്പമാണ്. ആ ആധുനിക സങ്കല്പമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ വെച്ചത്. നമ്മുടെ പൂർവികമായ ഋഷിവര്യന്മാരുടെ ഈ കാഴ്ചപ്പാടിനെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ സർക്കാരിനെ നയിക്കുന്നത് ഈ സങ്കല്പങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഗുരുദേവൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു സമുദായം അത് പുരോഗതി നേടി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് സംഘടിതമായ ശക്തി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സംഘേ ശക്തി കലിയുഗേ എന്ന്, കലിയുഗത്തിൽ സംഘടിതമായ ശക്തിക്കാണ് പ്രാധാന്യം എന്ന സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഓരോ യുഗങ്ങളിലും ഓരോന്നിനാണ് ശക്തി. നമുക്കറിയാം, സത്യയുഗത്തിന് അറിവിനായിരുന്നു, ജ്ഞാനശക്തിക്കായിരുന്നു പ്രാധാന്യം. ത്രേതായുഗത്തിൽ മന്ത്രശക്തിക്കായിരുന്നു പ്രാധാന്യം. ദ്വാപരയുഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള കരുത്തിനായിരുന്നു, ശക്തിക്കായിരുന്നു പ്രാധാന്യം. എന്നാൽ ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ സംഘശക്തിയിലൂടെ, സംഘടിതമായ ശക്തിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഗുരുദേവൻ്റെ ഈ ഉപദേശം വളരെ പ്രസക്തമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ മുഴുവൻ ഇന്ത്യക്കാരും ഭാരതത്തിലെ ജനങ്ങളും സംഘടിതമായി ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ഈ ലോകത്തിന് മുമ്പിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ വിശ്വഗുരുവിൻ്റെ ആ സ്ഥാനം നാം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. सज्जनों, उन्होंने शिक्षा को मूलभूत आवश्यकता बताते हुए जाति धर्म के भेद से परे हटकर एक शिक्षण संस्थान की स्थापना की। स्वतंत्रता संग्राम के दौरान उन्होंने शिक्षा के माध्यम से स्वतंत्रता का नारा दिया। हमारे प्राचीन भाष्यों में यही लिखा है, सा विद्या या विमुक्ते, अर्थात विद्या वही है जो मनुष्य को मुक्त कर दे। एजुकेशन लीड्स टू इनलाइटनमेंट विच लीड्स टू फ्रीडम। उन्होंने जिस प्रकार से समाज की कुरीतियों को दूर करने का प्रयास किया, उसी प्रकार से उन्होंने एक्सप्लॉइटेड एवं डिस्पोजेस्ड सेक्शन के इमेंसिपेशन के लिए भी उन्होंने कार्य किया। ഗുരുദേവൻ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജാതിക്കും ധർമ്മത്തിനുമൊക്കെ അതീതമായി എല്ലാവരും വിദ്യാഭ്യാസം നേടണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച സങ്കല്പം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമങ്ങൾ, ആ മാധ്യമത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രാചീനമായ ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സാ വിദ്യതേയ വിമുക്തയെ, വിദ്യാഭ്യാസം നേടിയവൻ അവൻ എല്ലാ കെട്ടുകളിൽ നിന്നും മുക്തി നേടുമെന്നുള്ള കാര്യത്തിൽ.
വിദ്യാഭ്യാസം നമ്മുടെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. അത് നമ്മുടെ ജ്ഞാനം നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ ഈ സമൂഹത്തെ എല്ലാ ഉച്ചനീചത്വങ്ങളിൽ നിന്നും രക്ഷിച്ച, വിമോചിപ്പിച്ച അദ്ദേഹം ആ വിമോചന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ ചൂഷിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട സമൂഹത്തിന് ഉന്നതിയിലെത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു തന്നു. समाज के पिछड़े और कमजोर वर्ग के लोगों के प्रति उनका विजन उल्लेखनीय है। आप लोगों को ज्ञात होगा कि महात्मा गांधी जी और श्री नारायण गुरु जी के बीच हुई एक मुलाकात के दौरान पेड़ों के पत्तियों का उदाहरण देते हुए महात्मा गांधी जी ने कहा था कि जिस तरह एक पेड़ में अनेक पत्तियां होती हैं और सभी का आकार जरूरी नहीं है कि एक समान ही हो, वह छोटी बड़ी भी हो सकती हैं, इसी तरह यह आवश्यक तो नहीं कि समाज में सभी लोग समान हों, वे छोटे बड़े तो हो सकते हैं। इस पर श्री नारायण जी का जो उत्तर गांधी जी को दिया गया था वह निश्चित ही न केवल उनकी विट का उदाहरण था, बल्कि अपने आप में भारतीय संस्कृति के संपूर्ण सार को समेटे हुए था। नारायण गुरु जी ने कहा था कि दो द साइजेज ऑफ द लीव्स मे बी डिफरेंट, दे ऑल टेस्ट द सेम, just like the same sap runs through leaves of different shapes. The people said to be belonging to different castes are the manifestations of the same reality. क्या अद्भुत उत्तर दिया था उन्होंने। आज हमें उनके इस दर्शन को अपने जीवन में उतारकर समाज में इनका प्रसार करने की जरूरत है। സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അധസ്ഥിതർ എന്നും അദ്ദേഹം ഏറ്റവും കൂടുതൽ അവരെ സംബന്ധിച്ച് അവരെപ്പറ്റി ചിന്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. നമുക്കറിയാം മഹാത്മജിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം. മഹാത്മജി ചോദിച്ചു, ഒരു മരത്തിലെ ഇലകൾ, ആ ഇലകൾ പല വലുപ്പത്തിലുമുണ്ടാവും, ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. അതുകൊണ്ട് സമൂഹത്തിലും അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാവരെയും ഒരേപോലെ കാണണമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ച സമയത്ത് അതിൻ്റെ കൊടുത്ത മറുപടി അത് കുറുക്കിക്കൊള്ളുന്നൊരു മറുപടി മാത്രമല്ല, അതിലൊരു തത്വചിന്തയും ഉണ്ടായിരുന്നു. എല്ലാ ഇലകൾക്കും ഒരേ സ്വാദാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തി, മഹാത്മജിയെ അത്ഭുതപ്പെടുത്തി. അതായത് ഇലകളുടെ വലുപ്പം വ്യത്യാസമായിരിക്കും, പക്ഷേ അതിൻ്റെ സ്വാദൊന്നാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ആ നീരും അത് ഏകമാണ് എന്ന സങ്കല്പത്തിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും അവർ വിവിധ ധർമ്മങ്ങളിലോ ജാതികളിലോ ആവട്ടെ, അവരുടെ ആന്തരികമായിട്ടുള്ള അവരുടെ ശക്തിയും അതുപോലെ തന്നെ അവരുടെ സങ്കല്പവും ഒന്നാണ് എന്ന സത്യം അദ്ദേഹം ആ ഉത്തരത്തിലൂടെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട മാറ്റത്തെപ്പറ്റി അദ്ദേഹം ബോധ്യപ്പെടുത്തുകയുണ്ടായി. श्री नारायण गुरु जी ने यह भी कहा था, प्रॉस्पेरिटी थ्रू इंडस्ट्री, यह उनका उपदेश था। और भारी भारत सरकार भी आत्मनिर्भर भारत के संकल्प के को आधार बनाकर आगे बढ़ रही है। आज भारत अपने परिश्रम और उद्यम के कारण दुनिया की सबसे बड़ी अर्थव्यवस्थाओं में से एक है। पहले जो भारत हमारा दुनिया के टॉप 10 अर्थव्यवस्थाओं में था, आज हमारा भारत दुनिया की टॉप 5 इकोनॉमीज में आकर खड़ा हो गया है। यह भारत की ताकत बढ़ी है। आत्मनिर्भरता जो भारत की संस्कृति का एक अंग रही है, श्री नारायण गुरु जी ने उसे अपने उपदेश के माध्यम से जनता तक पहुंचाया है और आज शिवगिरी मठ भी उसे लगातार आगे बढ़ाने का कार्य कर रहा है। गुरु जी सिर्फ मॉडर्निटी के ही पक्षधर नहीं थे, बल्कि उन्होंने भारत के एंशिएंट कल्चर व मॉडर्निटी के बीच बैलेंस बनाने का जो संदेश दिया वह आज भी बहुत ही रेलेवेंट है। ശ്രീ ഗുരുദേവൻ പറഞ്ഞു, വ്യവസായങ്ങളിലൂടെയാണ് പുരോഗതി നേടേണ്ടത് എന്നുള്ളത്. ഈ സങ്കല്പത്തെ ഭാരത സർക്കാർ അക്ഷരം പ്രതി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്നുള്ളതാണ്. ഭാരതത്തെ വ്യാവസായികമായി പുരോഗതി നേടാൻ വേണ്ടിയിട്ടുള്ള നിതാന്ത പരിശ്രമത്തിലാണ് സർക്കാർ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഴയ പോലെയല്ല. പണ്ട് ലോകത്തെ ഏറ്റവും വലിയ 10 സാമ്പത്തിക ശക്തികളിൽ ഒന്നുപോലും നാം ആയിരുന്നില്ല. പക്ഷേ ഇന്ന് ഭാരതം 5ാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുദേവൻ്റെ ആ ഉപദേശത്തിലെ ആധുനിക കാലഘട്ടത്തിൽ ഭാരതം എന്തു ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഭാരതത്തിൻ്റെ പൗരാണികമായ സങ്കല്പത്തെയും ഉയർത്തിപ്പിടിച്ചു.
ഭാരതത്തിൻ്റെ പൗരാണിക സങ്കല്പങ്ങളും ആധുനിക കാലഘട്ടത്തിൽ ഭാരതം ചെയ്യേണ്ടതുമായ കാര്യങ്ങളും തമ്മിൽ ഒരു ഒരു സമരസതയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ സങ്കല്പങ്ങളെ മുന്നോട്ട് വെച്ചത്. सज्जनों, श्री नारायण गुरु जी जैसे संतों के आशीर्वाद के कारण ही हमारे देश की सेना अपने शौर्य और पराक्रम से भारत की सीमाओं की सुरक्षा कर रही है. ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സൈന്യം ഇന്ന് നമ്മളെ അതിർത്തികളെ വളരെ കാര്യക്ഷമമായി ശക്തമായി ഇന്ന് കാവൽ നിർത്താൻ സാധിക്കുന്നത്. हम अपने हर नेबर के साथ, हर पड़ोसी के साथ अच्छे रिलेशन चाहते हैं, लेकिन यह भी मैं कहना चाहता हूं, यह दोस्ती हम बनाकर रखना चाहते हैं, क्योंकि हमारे आदरणीय अटल बिहारी वाजपेयी जी ने भी कहा था, दोस्त बदल सकता है लेकिन पड़ोसी नहीं बदल सकता, फ्रेंड बदल सकता है लेकिन नेबरर कभी नहीं बदल सकता. സുഹൃത്തുക്കളെ, നാം നമ്മുടെ എല്ലാ അയൽക്കാരുമായി സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. അവർ സൗഹാർദ്ദത്തിന് വന്നാൽ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, നമുക്ക് സുഹൃത്തിനെ മാറ്റാം, പക്ഷേ അയൽക്കാരനെ മാറ്റാൻ സാധ്യമല്ല. ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ സുഹൃത്തിനെ മാറ്റാൻ സാധിക്കും, പക്ഷേ നമ്മുടെ അതിർത്തിക്കപ്പുറത്തുള്ള അയൽവാസിയെ നമുക്ക് മാറ്റാൻ സാധ്യമല്ല. लेकिन देश की सुरक्षा के नाम पर हम किसी से अच्छे संबंध नहीं रखना चाहते. किसी भी सूरत में हम देश की सुरक्षा के साथ कंप्रोमाइज नहीं कर सकते. പക്ഷേ എത്ര സൗഹാർദ്ദത്തിന് ആര് വന്നാലും നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ കാര്യത്തിൽ, നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിൽ നാം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. साथियों, हम सब नए वर्ष में प्रवेश करने जा रहे हैं. आने वाले वर्ष की शुरुआत इस यात्रा से करना यहाँ उपस्थित सभी श्रद्धालुओं के लिए निश्चित रूप से एक मेमोरेबल और इंस्पायरिंग मोमेंट होगा. मैं यहाँ उपस्थित सभी श्रद्धालुओं का शीश झुकाकर हार्दिक अभिनंदन करता हूँ और इस तीर्थ यात्रा की भव्य सफलता की मैं कामना करता हूँ. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ തീർത്ഥാടകന്മാർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ തീർത്ഥാടനം നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനകരമായ മുഹൂർത്തങ്ങളാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. मैं पूज्य सच्चिदानंद जी महाराज को मैं कहना चाहता हूं कि आपने जो कहा कि भारत सरकार के द्वारा 17 करोड़ का असिस्टेंस यहां के लिए प्राप्त हुआ था, उस पर जल्दी ही काम प्रारंभ हो जाएगा, ऐसा मुझे मुरलीधरन जी ने भी बताया है. ആദരണീയനായ സുഷ്മാൻജിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് ഭാരത സർക്കാരിൻ്റെ മുമ്പാകെ വെച്ച ആവശ്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. मैं शिवगिरी मठ का हृदय से आभारी हूं कि उन्होंने इस पावन अवसर पर मुझे यहां आमंत्रित कर अनुग्रहित किया है. यहां पर संस्था के प्रमुख ब्रह्मश्री स्वामी सच्चिदानंद जी उपस्थित हैं. आपके साथ मुझे सतचित के आनंद की अनुभूति हो रही है. आप इस संस्था के माध्यम से भारतीय संस्कृति के संरक्षण के लिए जिस लगन से स्वामी सच्चिदानंद जी काम कर रहे हैं, उसकी जितनी सराहना की जाए वह कम है. ഇവിടെ ആദരണീയനായ സ്വാമി സച്ചിദാനന്ദ് ജി ഇവിടെ ഉപവിഷ്ടനാണ്. അദ്ദേഹത്തിൻ്റെ സച്ചിന്തകളുടെ ആനന്ദവും അനുഭൂതിയും എനിക്ക് ലഭ്യമാണ്, ഇവിടെ എല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ മാധ്യമത്തിലൂടെ ഈ ഭാരതീയ സംസ്കൃതിയുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അതിൻ്റെ വികാസത്തിനും വേണ്ടി എല്ലാ തരത്തിലുള്ള സഹകരണവും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. कोई भी राष्ट्र एक डेफिनेट लैंड मास, सॉवरेन पॉपुलेशन, गवर्नमेंट और अपने कल्चर से निर्मित होता है. मैं देश का रक्षा मंत्री हूं और जिस तरह से अपने सोल्जर्स की ब्रेवरी और कैपेबिलिटीज के बल पर हमारे प्रधानमंत्री मोदी जी के नेतृत्व में देश की फिजिकल बाउंड्रीज की सुरक्षा का दायित्व संभाल रहा हूं, मैं समझता हूं उसी प्रकार से आप अपने संतों के तप बल के आधार पर देश की संस्कृति की सुरक्षा का दायित्व संभाल रहे हैं. मैं अगर देश के शरीर की रक्षा कर रहा हूं तो आप इस देश की आत्मा की रक्षा कर रहे हैं. और कोई राष्ट्र तभी चिरकाल तक सर्वाइव कर सकता है जब उसका शरीर और आत्मा दोनों सुरक्षित रहें. इसके लिए मैं आपका पुनः अभिनंदन करता हूं. ഒരു രാഷ്ട്രമെന്ന് പറഞ്ഞാൽ അതിനൊരു ഭൂപ്രദേശമുണ്ടാവും,
അതിന് ഒരു സമൂഹമുണ്ടാവും, അതുപോലെ തന്നെ ഒരു സർക്കാരും ഉണ്ടാവും, അതിന് ഒരു സംസ്കാരവും ഉണ്ടാവും. ഇതൊക്കെ ചേർന്നതാണ് ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ സൈന്യവും ഉണ്ടാവും. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ പട്ടാളക്കാരുടെ ധീരത കൊണ്ടുമാണ്, അവരുടെ കഴിവ് കൊണ്ടുമാണ് നമ്മുടെ ഭൗതികമായ അതിർത്തി, നമ്മുടെ ഭൂവിസ്തൃതി സംരക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഈ സമൂഹം, സന്യാസി സമൂഹമാണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ ആത്മീയതയും ഒക്കെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഭടന്മാരാണ് അവർ. നമ്മുടെ സൈന്യം നമ്മുടെ അതിർത്തിയും രാഷ്ട്രവും സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സന്യാസി സമൂഹം നമ്മുടെ ആത്മീയ ചിന്തകളെ സംരക്ഷിക്കുന്നു. അതിൻ്റെ ഭടന്മാരാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ ശരീരവും ആത്മാവും സംരക്ഷിക്കപ്പെടും. അത് രണ്ടും സംരക്ഷിക്കപ്പെടുമ്പോൾ നമുക്കൊരു രാജ്യം എന്ന നിലയിൽ നിലനിൽക്കാനും മുന്നോട്ട് പോകാനും സാധിക്കും. അതുകൊണ്ട് പട്ടാളക്കാരെ പോലെ തന്നെ ഈ സന്യാസി സമൂഹവും വളരെ പ്രാധാന്യം അർഹിക്കുകയാണ് എന്ന കാര്യം ഞാൻ വിനയത്തോടെ ഇവിടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. हम सब पर गुरुदेव का आशीर्वाद बना रहे, हम सब पर संतों का आशीर्वाद बना रहे, इस कामना के साथ मैं यहीं पर अपना निवेदन समाप्त करता हूं. आप सभी को बहुत बहुत धन्यवाद. गुरुभ्यो नमः. നമ്മുടെ എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും സന്യാസി സമൂഹത്തിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. सज्जनों, जब मैं यहाँ पर आया मुझे जानकारी प्राप्त हुई एक दुखद घटना की कि हमारे प्रधानमंत्री श्री नरेंद्र मोदी जी की माँ, जो 99 ईयर से अधिक की हो गई, उनका निधन आज हो गया है. आज उनका स्वर्गवास हो गया है. मुझे लगा कि शायद मुझे वापस जाना पड़े, लेकिन हमारे प्रधानमंत्री मोदी जी ने कहा कि नहीं, कोई भी अपना कार्यक्रम कैंसिल नहीं करेगा और कार्यक्रम करके ही सबको जो है दिल्ली वापस लौटना है. आज के इस अवसर पर मैं अपनी तरफ से, आप सभी की तरफ से, मठ की तरफ से माँ हीराबेन, जो प्रधानमंत्री मोदी जी की माँ हैं, उनके चरणों में श्रद्धांजलि अर्पित करते हुए अपनी बात यहीं समाप्त करता हूँ. ഞാൻ ഇന്നിങ്ങോട്ട് വന്ന സമയത്താണ്, രാവിലെയാണ് വിവരം ലഭിച്ചത്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ മാതാവ് ശ്രീമതി ഹീരാബെൻ അവരെ അന്തരിച്ചു എന്നുള്ളത്. ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ഏറ്റെടുത്ത നിശ്ചയിച്ച എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വന്ധ്യമാതാവിൻ്റെ മരണത്തിൽ നിങ്ങളോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ ആ ആത്മാവിന് പ്രണമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്.